ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൈസിങ്? എന്തിനാണ് പ്രൈസിങ് എന്ന് പറയുന്നത്? ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഹാസ് ബീൻ റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ വില്യംസൺ. മൂന്നാല് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വെരി നെർവ് സെൻറ്റർ ഓഫ് ദ കൊമേഴ്ഷ്യൽ പ്രോസസ്സ്. ഒരു കൊമേഴ്ഷ്യൽ പ്രോസസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെർവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നാഡീ ഞരമ്പുകൾ, അത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ജൂൾഡീൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് മോർ ആൻഡ് ആർട്ട് ദാൻ എ സയൻസ്. കൂടുതലൊരു സയൻസിനെക്കാട്ടിലും ഒരു ആർട്ട് തന്നെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഹെൻറി ഫോർഡ് പറഞ്ഞിരിക്കുന്നത് അവർ പോളിസി ഈസ് ടു റെഡ്യൂസ് പ്രൈസ്, എക്സ്റ്റെൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ്. പ്രൈസ് റെഡ്യൂസ് ചെയ്യുകയും ഓപ്പറേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യുകയും പ്രൊഡക്റ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നൊരു പ്രോസസ്സ് തന്നെയാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് പ്രൈസിങ് എന്ന് പറയുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ട്രേഡ് മാർക്ക്? ഓൾറെഡി 3 ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നത്. അതിൽ 3 എണ്ണത്തിലും ട്രേഡ് മാർക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെയായിരുന്നു അന്ന് ഞാൻ ഓൾറെഡി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് മാർക്ക് എന്താണെന്നുള്ളത്. ഒരു ബ്രാൻഡ് എന്താണെങ്കിൽ ഡിഫറൻസ് പഠിച്ചോളാം. ബ്രാൻഡ് ചോദിച്ചാലും ട്രേഡ് മാർക്ക് ചോദിച്ചാലും നമുക്ക് എഴുതാൻ അറിയണം. അപ്പോൾ രജിസ്റ്റേർഡ് ഒരു ബ്രാൻഡിനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രേഡ് മാർക്കായി. അതൊരിക്കലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ഒരു വൈഡർ സ്കോപ്പാണ് ട്രേഡ് മാർക്കിന് വരുന്നത്. ട്രേഡ് മാർക്ക് എല്ലാ ട്രേഡ് മാർക്കുകളും ബ്രാൻഡുകളാണ്. ജനറലി എ സിമ്പിൾ ഓഫ് ഇറ്റ്സ് കമ്പനി. ഈ ഒരു ട്രേഡ് മാർക്കിൻ്റെ പ്രത്യേകത ഒരു കമ്പനിയുടെ ഒരു സിമ്പിൾ ആയിരിക്കും ട്രേഡ് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് തന്നെയാണ് ട്രേഡ് മാർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യം.
ഉള്ള നല്ല പേപ്പറൊക്കെ ശരിയാക്കിയത്. പിന്നെ ഞാൻ A4 ഷീറ്റ് വേണം നീ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടെന്നല്ലേ? അതിനാണ് ഇതൊക്കെ ചെയ്യെടുക്കുക. ആ ഞാൻ ഒരുപാടെണ്ണം വേണം പറഞ്ഞ് വാങ്ങിച്ചു. അത് എഴുതാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ.
പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കൺസ്യൂമേഴ്സ് പ്രിഫർ ദ ഗുഡ്സ് വിച്ച് ആർ ഈസിലി അവൈലബിൾ അറ്റ് ലോവർ പ്രൈസ്. ധാരാളം പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കൺസ്യൂമറിന് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവും, ലോവർ പ്രൈസും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റീസിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും, വളരെ കുറഞ്ഞ കോസ്റ്റിൽ. അതേസമയം നമ്മളോട് ചോദിക്കുന്നത് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് പ്രധാനമായിട്ട് കൺസ്യൂമർ ഫേവർ ദ പ്രൊഡക്ട്സ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി, ബെറ്റർ പെർഫോമൻസ് ആൻഡ് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ്. ഇവിടെ പ്രൊഡക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. അവർ എപ്പോഴും ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്, സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളതും നല്ല പെർഫോമൻസ് ഉള്ളതും ഇന്നോവേറ്റീവ് ഫീച്ചറുള്ള ഒരു പ്രൊഡക്റ്റിനായിരിക്കും കൺസ്യൂമേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനെയാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. പ്രൊഡക്ഷൻ ആകുമ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും ലോവർ കോസ്റ്റും ആയിരിക്കും. പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ആകുമ്പം അവർ അതിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസും ഇന്നോവേറ്റീവ് ഫീച്ചറും ആയിരിക്കും നോക്കുക. ഇതാണ് രണ്ട് കൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യങ്ങൾ, ലിസ്റ്റ് ഔട്ട് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് പാക്കേജിങ്. പാക്കേജിങ്ങിൻ്റെ ഏതെങ്കിലും 4 അഡ്വാൻറ്റേജുകളാണ് പറയാൻ പറഞ്ഞത്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 അഡ്വാൻറ്റേജ് ആണെങ്കിലും നമുക്ക് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കുള്ള അഡ്വാൻറ്റേജ്. നല്ലൊരു പാക്കേജിങ് കൊണ്ട് എന്താണ്, അവർക്ക് ആ പ്രൊഡക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസിയാക്കും. ബ്രാൻഡിങ്, നല്ല ഗുഡ് വില്ല്, ഒരു സൈലന്റ് സെയിൽസ്മാൻ ആയിട്ട് അവരുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് ആണ് മാർക്കറ്ററെ സംബന്ധിച്ചോളം കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഒരു ഇടനിലക്കാരനെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിനും വളരെ ഈസിയാണ്. അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക, പ്രൊഡക്റ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുക. സെൽഫ് അഡ്വർടൈസിങ് തന്നെയാണ് നല്ലൊരു പാക്കേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് സെൽഫ് അഡ്വർടൈസിങ്? പ്രത്യേകിച്ച് ഒരു സെയിൽസ്മാൻ ഇല്ലാതെ തന്നെ ആ പാക്കേജിങ്ങിലെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കൽ വളരെ എളുപ്പമാണ്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വളരെ സൗകര്യപ്രദമായിട്ട് നമുക്കത് പൊതിഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ എവിടേക്കും പെട്ടെന്ന് കൊണ്ടുപോകാനും അതിൽ ലീക്കേജും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അഡൾട്രേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. മായം കലരാതിരിക്കാനും പിന്നെ ഇൻഫർമേഷൻസ് കിട്ടും, അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് പാക്കേജിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. 3 ആളുകൾക്കുള്ള അഡ്വാൻറ്റേജ് ഇവിടെ പറഞ്ഞു, മാർക്കറ്റർ, മിഡിൽമാൻ, കൺസ്യൂമർ. ഓക്കെ, ഇതാണ് പാക്കേജിങ് കൊണ്ട് മൊത്തത്തിൽ. ഏതെങ്കിലും 4 എണ്ണമാണ് അവർ ചോദിച്ചിരിക്കുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ മൊത്തത്തിൽ വരുന്ന ഒരു 4 പോയിന്റുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ടാർഗറ്റ് മാർക്കറ്റിംഗ്? ഗിവ് ആൻ എക്സാമ്പിൾ. എന്തിനാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഇതിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്താണ്? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് അവരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ടാർഗറ്റ് മാർക്കറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് അറ്റ് ഹൂം ദ എൻറ്റയർ മാർക്കറ്റിംഗ് എഫേർട്സ് ആർ ഡയറക്റ്റഡ്. ഒരു കമ്പനി എന്ത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമറിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അതിനെ തന്നെയാണ് ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ബയേഴ്സ് ആയിരിക്കും whose needs and wants a company focuses its marketing effort. ഒരു കമ്പനിയുടെ എഫേർട്ട് മൊത്തത്തിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അതിനെ തന്നെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ യൂസ് ചെയ്യുന്ന പാമ്പേഴ്സ് അല്ലെ, നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം അത് ആരെയും മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെ മാത്രമാണ്. അവിടുത്തെ കൺസ്യൂമർ എന്ന് പറയുന്നത് ആ ഒരു ഇത്ര മാസം മുതൽ ഇത്ര മാസം വരെയുള്ള ആ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ബയേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതിനാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? എന്തിനാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനോട് അതേ കാര്യങ്ങൾ ഉള്ള മറ്റുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ട് കൺസ്യൂമറിലേക്ക് എത്തുന്നു, അത് തന്നെയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്, അത് പല പാരാമീറ്റേഴ്സ്, പ്രൈസ് ആവാം, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ ടേസ്റ്റ്, സ്മെല്ല്, അതിൻ്റെ പാക്കേജിങ്, അങ്ങനെ ഏത് ഇതിൽ നോക്കുമ്പോഴും മറ്റൊരു കോമ്പറ്റീറ്ററിനെക്കാട്ടിലും എന്തൊക്കെ ബെനിഫിറ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നു, അതിനെ തന്നെയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ 15ാമത്തെ ക്വസ്റ്റ്യനിൽ, വാട്ട് ഡു യു മീൻ ബൈ ദ ഡിസണൻസ് റിഡക്ഷൻ ബൈയിങ് ബിഹേവിയർ? ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ഇതിനെ തന്നെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്
രണ്ട് തരത്തിലാവാം. ഒന്ന് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാം. ഇനി അത് ചില സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വളരെ ഡിസാറ്റിസ്ഫൈഡ് ആവുകയും അതിനെക്കുറിച്ചൊരു ബാഡ് ഇമേജ് നമ്മൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ തന്നെയാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ആ സെൻറ്റൻസ് വേർഡ് ഒന്നും മാറി തന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ നോക്കൂ, കൃത്യമായിട്ട് പറയുന്നത് ഡിസോണൻസ് റിഡക്ഷൻ ബൈയിങ് ബിഹേവിയറാണ്. അപ്പോൾ ഡിസോണൻസ് പറഞ്ഞാൽ എന്താ? സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ. അത് റെഡ്യൂസ് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ അതിനെ തന്നെയാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരൊന്നും മാറ്റി തന്നതാണ്, അല്ലാണ്ട് ഇങ്ങനെ ഒരു ടേം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് എഴുതാതിരിക്കരുത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എഴുതുക. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ ഈ 15 പോയിന്റുകൾ ക്വസ്റ്റ്യൻസ് നോക്കിയതെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എത്രത്തോളം റിപ്പീറ്റ് ചെയ്തു എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ സെക്ഷനിൽ വരുന്ന 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് സെക്ഷൻ ബിയിലോട്ട് പോവാം. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓർ കോമ്പോണൻറ്റ്സ് ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൽ കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ എലമെൻറ്റ് എന്താണെന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട 4 കോമ്പോണൻറ്റ്? പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ. ഇത് 4ആണ് 4 P's എന്നറിയപ്പെടുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 C'സും അറിയപ്പെടുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് പറയുമ്പോൾ കസ്റ്റമറുടെ സൊല്യൂഷനാണ്, പ്രൈസ് എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റ് ആണ്, പ്ലേസ് എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്, പ്രൊമോഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 മിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ചോദിക്കുമ്പം പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആണെങ്കിലും ഇപ്പം അത് ഒന്നുകൂടി അതിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്? 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 പോയിന്റ് 7 പോയിന്റ് എഴുതിയാൽ ആ മാർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറയുന്നത് 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ കൊടുത്താൽ മതി. അതേസമയം ഇതൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ആ 4 പോയിന്റിനോട് കൂടി ആഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ വരുന്ന പീസാണ് പാക്കേജിങ് വരുന്നുണ്ട്, പീപ്പിൾ വരുന്നുണ്ട്, ആൻഡ് പബ്ലിക് റിലേഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്റ്റെൻഡഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് മിക്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും പോയിന്റുകൾ കൂടി ഒന്ന് കാണിക്കുക. കാരണം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പാക്കേജ്, പീപ്പിൾ, പബ്ലിക് റിലേഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഇത്രയും പോയിന്റുകൾ തന്നെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ദാറ്റ് ആർ എയിംഡ് ടു കൺസ്യൂമേഴ്സ്. ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് പ്രൊമോഷൻ്റെ ഏതെങ്കിലും 5 ടൂളുകളെ കുറിച്ചാണ്. അത് പ്രത്യേകിച്ച് പറയുന്നത് എയിംഡ് അറ്റ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ഏതെങ്കിലും 5 സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സെയിൽസ് പ്രൊമോഷൻ്റെ ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൺസ്യൂമർ പ്രൊമോഷൻ, 2 ട്രേഡ് പ്രൊമോഷൻ, 3 സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. ഇതാണ് സെയിൽസ് പ്രൊമോഷൻ്റെ 3 ടെക്നിക്കുകൾ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിൽ തന്നെ കൺസ്യൂമർ പ്രൊമോഷനെ എയിം ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഏതാണെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമേഴ്സിന് അതായത് നമ്മളൊക്കെ ബയേഴ്സ് ആണല്ലോ, കൺസ്യൂമേഴ്സ് ആണല്ലോ, നമുക്ക് കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റുകൾ അതുകൊണ്ട് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് സാമ്പിൾസ് കിട്ടാറുണ്ട്, കൂപ്പൺ കിട്ടാറുണ്ട്, ചിലപ്പം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ റിബേറ്റ് കിട്ടാറുണ്ട്, ചിലപ്പോൾ മണി റീഫണ്ട് ഓഫർ കിട്ടാറുണ്ട്, പ്രൈസ് പാക്കുകൾ കിട്ടാറുണ്ട്, അതേപോലെ തന്നെ പ്രീമിയം ഓഫേഴ്സ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പ്രീമിയം ഓഫർ എന്നുള്ള? ഡിസ്കൗണ്ടുകൾ കിട്ടുക, ബൈബാക്ക് അലവൻസുകൾ, ഫ്രീ ട്രയൽസ്, പ്രൈസ് ഡെമോൺസ്ട്രേഷൻ, കൺസ്യൂമർ കോൺടെസ്റ്റുകൾ, സ്വീപ് സ്റ്റേക്സ്, എക്സിബിഷൻസ്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളോട് ചോദിച്ചെങ്കിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന സെയിൽസ് പ്രൊമോഷനിൽ കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് അഡ്വാൻറ്റേജസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അഡ്വർടൈസ്മെന്റ് കൊണ്ട് പ്രധാനമായിട്ട് ആദ്യത്തെ ഗുണം കിട്ടുന്ന ആർക്ക് തന്നെയാണ്? അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനാണ്. അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് കൂട്ടാനും അതേപോലെ തന്നെ അവർ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനും നല്ലൊരു
ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാനും പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈസി ആയിട്ട് മാനുഫാക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇതൊക്കെ മാനുഫാക്ചറിന് മാത്രം കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ്. അവരിൽ നിന്ന് ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ ഒക്കെ പർച്ചേസ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സെയിൽസ് കൂട്ടാൻ പറ്റിയ ഇൻഫർമേഷൻസ് കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ പറ്റുക, ഗ്യാരണ്ടി ചെയ്യുക, പ്രസ്റ്റീജ് ഇൻക്രീസ് ചെയ്യുക, അതേപോലെ ഡീലേഴ്സിന് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്വർടൈസ്ഡ് പ്രൊഡക്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ വിറ്റഴിക്കാൻ സാധ്യമാണ്. ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോളം കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ്ങിലൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ പ്രിപ്പയർ ചെയ്യുക, ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ ജോബിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. സെൽഫ് കോൺഫിഡൻറ്റ് മേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടൽ തന്നെയാണ്. ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് അല്ലേ, അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ആരിലേക്ക് എത്തുന്നതാ, കൺസ്യൂമറിലേക്ക് എത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുക, ഇൻഫർമേഷൻ റിലേറ്റീവ് മെറിറ്റ്സും വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചോളം അഡ്വർടൈസ്മെൻറ്റ് വരുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ലീഡ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു, പബ്ലിക്കിന് എഡ്യൂക്കേഷൻ അതുമായിട്ട് ഉള്ള വിവരങ്ങൾ കിട്ടുക, അതിൻ്റെ പ്രൊഡക്ഷൻ ലാർജ് വോള്യത്തിലേക്ക് മാറുക, ആൻഡ് ഹെൽപ്സ് ദ പ്രസ് ടു എനേബിൾ ഇറ്റ് ടു സെൽ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ അറ്റ് ലോവർ പ്രൈസസ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാവിടെയും നമുക്ക് എത്തിക്കാൻ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചോളം സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച്. ആർക്കൊക്കെയുള്ളത്? മാനുഫാക്ചേഴ്സിന്, ഹോൾസെയിലേഴ്സിന്, കൺസ്യൂമേഴ്സിന്, സൊസൈറ്റിക്ക് സെയിൽസ്മാന്, അങ്ങനെ ഇത്രയും ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ള പോയിന്റ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസാണ്. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, 4 സ്റ്റേജസ് എന്താണോ അതിലെങ്ങനെയൊക്കെയാണ് പ്രൈസിങ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എസ്എയ്ക്കും സെക്ഷൻ ബിയിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നമ്മളോട് ചോദിച്ചെങ്കിൽ എക്സ്പ്ലെയിൻ എനി 5 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ചോയ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ലെവൽസൊക്കെ, അതിൽ ഏത് ലെവൽ വേണമെന്നുള്ളത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെയാണ്, ഏതെങ്കിലും ഒരു 5 ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നേരത്തെ കാണിച്ച ആ ചിത്രം തന്നെയാണ്. ഏതെങ്കിലും ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഒരു കമ്പനീനെ സംബന്ധിച്ചോളം എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കണം? കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതേപോലെ ബിസിനസ് വോളിയം, എത്രത്തോളം കമ്പനി ബിസിനസ് നടത്തുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസയർ ടു കൺട്രോൾ ചാനൽ, പ്രൊഡക്ഷൻ മിക്സ് ഓഫ് ദ ഫേം, ആ ഫേമിൻ്റെ പ്രൊഡക്ഷൻ മിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഒരു കമ്പനിയുടെ വ്യൂ പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം വരുന്നത് ഒന്ന് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ, പ്രൊഡക്റ്റിൻ്റെ സൈസ്, പ്രൊഡക്റ്റ് പ്രൈസ്, പെരിഷബിലിറ്റി. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമർ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ നേച്ചർ ഓഫ് ദ മാർക്കറ്റ്, നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ്, അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കസ്റ്റമേഴ്സ്, ബൈയിങ് ക്വാണ്ടിറ്റി, സൈസ് ഓഫ് മാർക്കറ്റ്. ഒരു മിഡിൽമെൻ്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവർ മിഡിൽമെൻ അവൈലബിൾ ആവുക, സർവീസസ് പ്രൊവൈഡ് ബൈ മിഡിൽമെൻ, റെപ്യൂട്ടേഷൻ ഓഫ് ദ ചാനൽ, കോസ്റ്റ് ഓഫ് ചാനൽ, ലീഗൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണിക്കുന്നത്. ഒന്ന്, ഒരു കമ്പനിയെ സംബന്ധിച്ചോളം എങ്ങനെയാണ് എന്തോ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ളത്, ഒരു ഇൻ്റർമീഡിയറിയെ സംബന്ധിച്ച് പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പറയുമ്പം, പിന്നെ മിഡിൽമെനിലേക്ക് എത്തുമ്പോൾ, അങ്ങനെ 4 കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ ഏത് കാര്യങ്ങൾ പറയുന്നത്, ഏത് ചാനൽ സെലക്ട് ചെയ്യണം എന്നുള്ള ഫാക്ടേഴ്സ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് why it is important for marketers to understand consumer buyer behavior. എന്തുകൊണ്ടാണ് ഈ ബയർ ബിഹേവിയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്റർ എടുക്കുക. 2ാമത്തത് എന്താ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുക. അപ്പോൾ ആ ബിഹേവിയർ ഉണ്ടാവാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്,
കൾച്ചറൽ ഫാക്ടേഴ്സ്, അതേപോലെ സോഷ്യൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒരു 5-6 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, 5-6 പോയിന്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാ ഫാക്ടേഴ്സിൻ്റെയും ഒരു ആകെ തുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ആ ബൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്രൊഡക്റ്റും ആരൊക്കെ വാങ്ങില്ല എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആവണം. എന്നാൽ മാത്രമാണ് നമുക്കതിനെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരാളുടെ പർച്ചേസിങ് ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിങ്ങിൽ എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് ചോദിക്കുന്നത്, വാട്ട് ആർ ദ വേരിയസ് സർവീസസ് റെൻഡേർഡ് ബൈ ദ റീറ്റെയിലേഴ്സ് ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് റീറ്റെയിൽസ് കൊടുക്കുന്ന സർവീസുകൾ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. ഒരുപാട് സർവീസസ് റീറ്റെയിലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ട അളവിൽ, വേണ്ട സമയത്ത്, വേണ്ട ക്വാണ്ടിറ്റിയിൽ, വേണ്ട റൈറ്റ് പ്രൈസിലൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. റീറ്റെയിലേഴ്സ് കൊടുക്കുന്ന ഒരു സർവീസാണ്. ഇൻഫർമേഷൻ കൊടുക്കുക, വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുക, വേണ്ട ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക, വേണ്ട കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റീറ്റെയിലർ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലനേഷൻ എനി 5 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ് ഡിസിഷൻ. ഇവിടെയും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊമോഷൻ മിക്സ് ഡിസിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇതിൽ പ്രധാനമായിട്ട് ഒരു 10 പോയിന്റ് പറയുന്നുണ്ട്. ഒന്ന്, പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്താണ്, അതിനനുസരിച്ചായിരിക്കും. പിന്നെ മാർക്കറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് എങ്ങനെ പോകുന്നുണ്ട്, മാർക്കറ്റ് പെനിട്രേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. നല്ലൊരു മാർക്കറ്റ് പെനിട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് അത് ബയേഴ്സിന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി പ്രൊമോഷണൽ സ്ട്രാറ്റജി ഒക്കെ അവിടെ ആവശ്യമാണ്. അങ്ങനത്തെ കേസിൽ മാർക്കറ്റ് സൈസ് നോക്കുക, ബയേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രാറ്റജികൾ എന്ന് നോക്കുക. അതേപോലെ പ്രൈസിങ് സ്ട്രാറ്റജി ഏതാണെന്നുള്ളത് നോക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ എലമെൻറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊമോഷൻ എലമെൻറ്റ്സിനൊക്കെ വരുന്ന കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി, ഇതിനൊക്കെ ഉള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രൊമോഷൻ മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. കണ്ടോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്? പ്രൊഡക്റ്റ്, മാർക്കറ്റ്, കൺസ്യൂമേഴ്സ്, ബൈയിങ് ബിഹേവിയർ, ലൈഫ് സൈക്കിള്, മാർക്കറ്റിൻ്റെ സൈസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ട്രാറ്റജി, അതിൻ്റെ കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്, പ്രൈസിങ് സ്ട്രാറ്റജി, ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരു പ്രൊമോഷൻ മിക്സ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, എക്സ്പ്ലെയിൻസ് ദ വേരിയസ് ബേസസ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൻ്റെ ബേസസ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക, അവരുടെ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സും നേച്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്? ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ സെഗ്മെൻറ്റേഷൻ ഏതിൻ്റെയൊക്കെ ബേസിസിൽ നടത്തുന്നു എന്നുള്ളത് അവിടെ എഴുതുക. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ ബെനിഫിറ്റ്സും ഇമ്പോർട്ടൻസും മാർക്കറ്റിങ്ങിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പോയിന്റുകൾ എഴുതാനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആർക്കൊക്കെ ഈ ഒരു ബെനിഫിറ്റ് മാർക്കറ്റിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ ആളെന്ന് പറയുന്നത് സൊസൈറ്റി തന്നെയാണ്. സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് മാർക്കറ്റിംഗ് കൊണ്ട് കിട്ടുന്നത്? ഒന്ന്, എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു, എല്ലാ യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, റെഡ്യൂസ് കോസ്റ്റ്, അതേപോലെ സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, മേക്സ് ലൈഫ് ഈസിയർ, ലൈഫ് ഒന്നുകൂടി ഈസി ആക്കി മാറ്റുക, ആൻഡ് സൊസൈറ്റിനെ എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് സൊസൈറ്റിക്ക് സംബന്ധിച്ചോളം മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഈ മാർക്കറ്റിംഗ് കമ്പനീസിന് എന്തൊക്കെ ഗുണങ്ങളാണ് കൊടുക്കുന്നത്? ഒന്ന്, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്ലാനിങ് ഡിസിഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധിക്കുക, ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക, പുതിയ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, ഒരു ഗ്ലോബൽ പ്രസൻസ് കൊടുക്കുക, ഹെൽപ്സ് ടു ഏൺ ഗുഡ് ബില്ല് ഏൺ ചെയ്യുക. അപ്പോൾ സൊസൈറ്റിയായി, കമ്പനിയായി മാർക്കറ്റിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. ഇനി ഉള്ള ബെനിഫിറ്റ് കൺസ്യൂമർക്കാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്കുള്ള ബെനിഫിറ്റ് എന്താ? ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുക, വെറൈറ്റി പ്രൊഡക്റ്റ് കിട്ടുക, നോളജ് കിട്ടുക, അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കുക, നല്ല കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. ഇനി മാർക്കറ്റിംഗ് എക്കണോമിക്ക് എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഒന്ന്, എക്കണോമീനെ ഡിപ്രഷനിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുക, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യാം, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, റിസോഴ്സിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, പ്ലവിങ് ബാക്ക് ഓഫ് റിസോഴ്സസ്.
അതായത് മാർക്കറ്റിങ്ങിലൂടെയാണ് റിസോഴ്സിനെയൊക്കെ കൂടുതൽ ഫ്ലോ ബാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 4 ആളുകൾക്കാണ്. ഒന്ന് കമ്പനിക്ക്, ഒന്ന് സൊസൈറ്റിക്ക്, ഒന്ന് കൺസ്യൂമറിന്, ഒന്ന് എക്കണോമിക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഇ മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. എന്താണ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഇലക്ട്രോണിക് മീഡിയാസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ ചെയ്യുന്ന എന്തിനേയും ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ ഈ മാർക്കറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മളവിടെ കൊടുക്കേണ്ടത് എന്താണ് ഈ മാർക്കറ്റിംഗ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്താണെന്നുള്ളത്. റീറ്റെയിലിംഗ് എന്ന് ചോദിച്ചില്ലെങ്കിൽ നമ്മളോട് ഈ മാർക്കറ്റിംഗ് ആണ് ചോദിച്ചത്. മാർക്കറ്റിംഗ് ചെയ്യുന്ന വേറൊരു മെത്തേഡ് തന്നെ. ഇവിടെ ഒരു നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് ഷോപ്പൊന്നും ഉണ്ടായിരിക്കില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോർമാറ്റ് വിച്ച് ദ റീറ്റെയിലേഴ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഓഫർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ സെയിൽ. ഇവിടെ ഡയറക്റ്റ് കൺസ്യൂമറായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരിവിടെ സെയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ത്രൂ എങ്ങനെയായിരിക്കും ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്ക് എളുപ്പം പറയുകയാണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുക, അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഒരു മാർക്കറ്റിംഗ് തന്നെയാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാലും ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാലും ഈ ടെയിലിംഗ് എന്ന് പറയാം, ഇൻ്റർനെറ്റ് റീറ്റെയിലിംഗ് എന്ന് പറയാം. ഇതെന്ത് ചോദിച്ചാലും എഴുതേണ്ടത് ഈ ഒരു ഉത്തരം തന്നെയാണെന്നാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 24 മണിക്കൂറും നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ 24 hours ഓപ്പൺ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേ. മറ്റ് ഹോം ടെലിവിഷൻ നെറ്റ്വർക്കിലൂടെ ഓൺലൈൻ റീറ്റെയിലിംഗ് എല്ലാം ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് ഈ മാർക്കറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, ഒരുപാട് സെലക്ഷൻ നമുക്ക് കിട്ടുക, ഇൻഫർമേഷൻസ് പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് കിട്ടുക, അതേപോലെ തന്നെ സെലക്ഷൻ അക്കോർഡിംഗ് ടു ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക, കസ്റ്റമർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, എനി ടൈം ബിസിനസ് ആണ് ഇതിൻ്റെ പ്രത്യേകത, കൺവീനിയൻസ് ആണ് കുറച്ചും കൂടിയിട്ട്. ഇത്രയാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് മെയിൻറ്റെയിനിങ് ദ സെക്യൂരിറ്റി. എത്രത്തോളം ഇത് സെക്യൂർഡ് ആണെന്ന് നമുക്കിത് പറയാൻ പറ്റില്ല. അതുപോലെ എത്രത്തോളം വിശ്വാസ്യയോഗ്യമാണ്, റിലയബിൾ ആണ്. കാരണം നമ്മളിവിടെ പ്രൊഡക്റ്റ് നേരിട്ട് കാണുന്നും തൊടുന്നും ഒന്നുമില്ല അല്ലേ. കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിലയബിൾ ആണോ എന്നൊന്നും അറിയില്ല. പിന്നെ അതേപോലെ തന്നെ സ്കിൽഡ് ടെക്നിക്കൽ സ്റ്റാഫ്സ് ഒന്നും ഇതിന് വേണ്ടിയിട്ടുണ്ടായിരിക്കില്ല. ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് എപ്പോഴും ഹൈ ആയിരിക്കും. ചിലപ്പോൾ ചില ഇൻഫർമേഷൻസ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ആവാം, മിസ്ലീഡിങ് ആവാം. ദർ ഈസ് എ ലെസ് ഓർ നെഗ്ലിജിബിൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇവിടെ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷനേ അവിടെ നടക്കുന്നില്ലല്ലോ. എല്ലാം നമ്മൾ ഓൺലൈനിൽ ടൈപ്പ് ചെയ്യുന്നു, എന്ത് മോഡൽ വേണം, എത്ര രൂപ, എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടുന്നു. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ തന്നെ നമ്മളതിൻ്റെ പർച്ചേസിങ്ങും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പലതും ചിലപ്പോൾ മിസ്സാവാനുള്ള ചാൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഈ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് എഴുതേണ്ടത്. ബെനിഫിറ്റ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. ആൻഡ് ലാസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ സ്കിമ്മിങ് ആൻഡ് പെനിട്രേഷൻ പ്രൈസിങ് ആൻഡ് ഓൾസോ ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് പ്രൈസിങ് പോളിസീസ്. എന്തിനാണ് സ്കിമ്മിങ് ആൻഡ് പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരു പ്രൈസിങ് പോളിസി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് എസ്സേ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇത് നമ്മൾ ഓൾറെഡി ഇത് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതും കൂടിയാണ്. ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൈസിങ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ. വിത്തിൻ ദ കമ്പനി അതിൻ്റെ കോസ്റ്റ്, ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, മാർക്കറ്റിംഗ് മിക്സ്, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ, ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പുറത്തുനിന്നുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്നോ, നമുക്ക് ആരാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്ങനെയാണ്, ഏത് വേണം സെലക്ട് ചെയ്യാൻ, ജനറലി ഉള്ള ഒരു ഇക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്, ഗവൺമെൻറ് എങ്ങനെയാണ്
നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ടാക്സേഷൻ പോളിസിയും ട്രേഡ് പോളിസിയും കൊടുക്കുന്നത് ഇതിനെ അപ്പം ഇവിടെ നമുക്ക് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടുള്ള ഈ ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രൈസിങ് പോളിസി ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം പിന്നെ നമ്മളോട് ചോദിച്ച എസ് എ ക്വസ്റ്റ്യനിൽ ഒരു ടോപ്പിക് എന്തായിരുന്നു, പുതിയ പ്രൊഡക്റ്റിൻ്റെ സ്ട്രാറ്റജീസ്, സ്കിമ്മിങ് പ്രൈസിങ് പോളിസി എന്താണ്. ഇത് ഞാൻ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ്, വീണ്ടും പറയുന്നില്ല. കാരണം ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് പ്രീമിയം ഫ്രം ദോസ് ബയേഴ്സ് ഹു ആർ ഓൾവേസ് റെഡി ടു പേ മച്ച് ഹയർ പ്രൈസ് ദാൻ അതേഴ്സ്. മറ്റുള്ള ആളുകൾ തരുന്നതിനേക്കാൾ കൂടുതൽ പൈസ നൽകിക്കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിവുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രൈസിങ് പോളിസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഹൈ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. കാരണം അതിൻ്റെ ലാർജ് പ്രൊമോഷണൽ എക്സ്പെൻസ് ആയിരിക്കും ഏർലി സ്റ്റേജിൽ ഉണ്ടാവുക, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റെഫേഴ്സ് ടു ഹൈ ഇനീഷ്യൽ പ്രൈസ് ചാർജ് ചെയ്യുന്നു എപ്പോൾ വെൻ എ ന്യൂ പ്രൊഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഒരു പുതിയ പ്രൊഡക്റ്റിന് ലോ പ്രൈസ് ചാർജ് ചെയ്യുക. ലോ പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ സെയിൽസ് വരാനും അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാനും മാർക്കറ്റിലെ ഒരു മുഖ്യ ഭാഗമായിട്ട് നമുക്ക് മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എസ് എ ക്വസ്റ്റ്യനിൽ ഈ രണ്ട് പോളിസി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിയതിന് ശേഷം എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്കൊരു പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊത്തത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നതും കുറേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, സെക്ഷൻ ബിയിലും സിയിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടാണ്. പക്ഷെ എപ്പോഴും ഇത് വരുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പരമാവധി ആൻസേഴ്സൊക്കെ നിങ്ങളിലേക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഡൗട്ടുള്ള ആൾക്കാർ ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം ഇന്ന് ഫിംഗർ ടിപ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ ആൻസേഴ്സ് എല്ലാം. അപ്പോൾ ഇനി അത് കിട്ടിയില്ല എന്നുള്ള സങ്കടമൊന്നും ആർക്കും വേണ്ട, നമുക്ക് ഒരുപാട് വഴികളുണ്ട് എല്ലാം അവൈലബിൾ ആവാൻ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട് പിന്നെ ഇതിൽ തന്നെ എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്തിടാം. അതിനുശേഷം അക്കൗണ്ട്സ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് എടുത്ത് നല്ലൊരു മാർക്ക് അവിടെ സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.